ഭരണ നിർവഹണം. സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ രാജ്യത്തെ ഏറ്റവും മികച്ചതാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഉദ്യോഗസ്ഥരുടെ പ്രകടനം വിലയിരുത്തുന്നതിനും അവരുടെ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ഫയലുകളുടെ വേഗത്തിലുള്ള നീക്കത്തിന് ഉദ്യോഗസ്ഥരുടെ തട്ടുകൾ കുറയ്ക്കുന്നത് അടക്കമുള്ള ഭരണപരിഷ്കാര നടപടികൾ കൈക്കൊള്ളും. സർ, പോലീസ് വകുപ്പ് കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളോട് സീറോ ടോളറൻസ് നിലപാട് സ്വീകരിക്കും. ഇത്തരം കേസുകളിൽ പരാതി അറിയിക്കാൻ രഹസ്യ സ്വഭാവമുള്ള ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ പോർട്ടൽ എന്നിവ സജ്ജീകരിക്കും. മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ANTF, ഡാൻസ് ഓഫ്, SOG എന്നീ സംവിധാനങ്ങളിലൂടെ കേരള പോലീസ് പ്രവർത്തനം വിപുലീകരിക്കും. സർ, വനിതകളെ കൂടുതൽ പോലീസ് സ്റ്റേഷനുകളിൽ സ്റ്റേഷൻ ഓഫീസർമാരായി നിയമിക്കും. സർ, സ്ത്രീകളും കുട്ടികളും പീഡനത്തിന് വിധേയരായ കേസുകൾ അട്ടിമറിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ, സ്ത്രീകളെ അപമാനിക്കുന്നവർക്കെതിരെ അതിശക്തവും കർശനവുമായ നിയമ നടപടികൾ കൈക്കൊള്ളും. ലഹരി മാഫിയയുടെ വേരറുക്കുക എന്ന ലക്ഷ്യത്തോടെയും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയായ ഓപ്പറേഷൻ തൂഫാന് 10 കോടി രൂപ വകയിരുത്തുന്നു. സ്ത്രീകൾക്കെതിരായുള്ള കുറ്റകൃത്യങ്ങൾ തടയാൻ മകൾക്കൊപ്പം എന്ന പേരിൽ ഒരു പദ്ധതി നടപ്പാക്കും. ജയിൽ നവീകരണവും തടവുകാരുടെ ക്ഷേമവും നടപ്പാക്കും. പട്ടാഴി, എടപ്പാൾ എന്നിവിടങ്ങളിൽ പുതിയ പോലീസ് സ്റ്റേഷനുകൾ സ്ഥാപിക്കും. അഗ്നി രക്ഷാസേനാ വകുപ്പ് പുനഃസംഘടിപ്പിക്കും. ആ പ്രവർത്തനങ്ങളെ ആധുനികവൽക്കരിക്കും. സർ, ജുഡീഷ്യറി നീതിന്യായ സംവിധാനത്തിൻ്റെ കാര്യക്ഷമത, സുതാര്യത, സേവന ലഭ്യത എന്നിവ മെച്ചപ്പെടുത്തുന്നതിനായി ആധുനികവൽക്കരണം, ഡിജിറ്റൽ പരിവർത്തനം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകും. ഹൈക്കോടതിയിലും ജില്ലാ നീതിന്യായ സംവിധാനത്തിലും ICT ഉപകരണങ്ങൾ ലഭ്യമാക്കുന്നതിനും സംസ്ഥാനത്തെ വിവിധ കോടതി സമുച്ചയങ്ങളിലെ നീതിന്യായ ഭരണരേഖകൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിനും മുൻഗണന നൽകും. കൊച്ചിയിൽ ഒരു ആർബിട്രേഷൻ കോടതി സ്ഥാപിക്കും. സർവേ വകുപ്പിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾക്കായി 17.5 കോടി വകയിരുത്തുന്നു. റവന്യൂ വകുപ്പിനായി 76.70 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാനത്തെ പ്രാദേശിക ഭൂവിനിയോഗ ഭരണ സംവിധാന പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി കേരള സ്റ്റേറ്റ് റിമോട്ട് സെൻസിംഗ് ആൻഡ് എൻവയൺമെൻറ്റ് സെൻറ്റർ അന്തർദേശീയ നിലവാരത്തിലുള്ള കേരള ജിയോ സ്പേഷ്യൽ ഗവേണൻസ് പ്ലാറ്റ്ഫോമാക്കി വികസിപ്പിക്കും. സംസ്ഥാനത്തെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഹൈ റെസൊല്യൂഷൻ ഡാറ്റ DEM ഡാറ്റ ശേഖരിക്കുന്നതിനും പ്രോസസ്സ് ചെയ്യുന്നതിനുമായി ഒരു ഡ്രോൺ ലാബ് സെൻറ്റർ സ്ഥാപിക്കും. പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മീഷൻ നിയമിക്കും. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾക്കായി 24.01 ലക്ഷം രൂപ വിലയിരുത്തുന്നു. സാമ്പത്തിക സ്ഥിതിവിവര കണക്ക് വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്കായി 6.31 കോടി രൂപ വകയിരുത്തുന്നു. സ്പേഷ്യൽ ഇൻ്റലിജൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മിഷൻ ജിയോ കേരളമാണ്. അതിനാൽ KSRECയെ സംസ്ഥാനത്തെ പ്രമുഖ ജിയോ സ്പേഷ്യൽ ഗവേണൻസ് സ്ഥാപനമാക്കി മാറ്റുന്നതിനും ഏകീകൃത കേരള ജിയോ സ്പേഷ്യൽ ഇൻ്റലിജൻസ് പ്ലാറ്റ്ഫോം KGIS സ്ഥാപിക്കുന്നതിനും സർക്കാർ ഉദ്ദേശിക്കുന്നു. സ്പേഷ്യൽ ഗവേണൻസിനെ പൊതുഭരണത്തിൻ്റെ മുഖ്യധാരയാക്കി മാറ്റുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനങ്ങളിൽ ഒന്നായി കേരളം മാറുന്നതാണ്. ഈ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനായി ഒരു കോർപ്പസ് ഫണ്ട് രൂപീകരിക്കും.